തുർക്കി പറ്റില്ല, 3 മിസൈൽ തുർക്കിയുടെ നെഞ്ചത്തും അടിച്ചിട്ടുണ്ട് ഇറാൻ. മധ്യസ്ഥനാവാൻ പറ്റില്ല. ജോർഡന് 1 മിസൈൽ അയച്ചു ജോർഡൻ്റെ തലയ്ക്ക്, ജോർഡന് പറ്റില്ല. ഇറാഖിൽ ആളില്ല, സിറിയയിൽ നാഥനില്ല, ലെബനൻ തല്ലുകൊണ്ട് വിഷമിക്കുന്നു. ഈ മുസ്ലിം രാജ്യം ഏതാണ്? പോയി ഇന്തോനേഷ്യയെ വിളിച്ചു ചോദിച്ചു. ഇന്തോനേഷ്യ പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥം വഹിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം, ഈ പ്രശ്നം തീർന്നിട്ട് അടുത്ത യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വരുമല്ലോ, അതിൽ വെച്ച് ഞങ്ങൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ എംബസി ടെലവീവിൽ തുറക്കും, അവരുടെ എംബസി ഇന്തോനേഷ്യയിൽ തുറക്കും. ഇത് ഞങ്ങൾ ചെയ്യാനുള്ള തീരുമാനം ഇൻറ്റേർണലി എടുത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വേണമെങ്കിൽ പറ, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം. അയ്യോ അത് ശരിയാവില്ല, ആ കാര്യം മറ്റുള്ളവരൊക്കെ അറിയില്ലേ, അപ്പോൾ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് വരുമല്ലോ. വരും, മധ്യസ്ഥത വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ചെയ്യാം. ഇന്തോനേഷ്യയും പറ്റില്ല. അവസാനം ട്രംപ് പറഞ്ഞു, എടാ നമ്മുടെ ആ ജോലിക്കാരനില്ലേ പാകിസ്ഥാൻ, അവനോട് പറ, അത് ചെയ്യാൻ പറ, അവനത് ചെയ്യും. അയ്യോ അവന് ഇതിൽ റോളൊന്നും ഇല്ലല്ലോ, അവന് ഈ ചായ കൊണ്ടുവന്ന് കൊടുക്കുക, പരിപ്പുവട, പഴംപരി, ഇതൊക്കെ എത്തിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അതവൻ ചെയ്തോളും, അതിനൊക്കെ മിടുക്കനവൻ. ഈ മറ്റേ ആസിം മുനീറൊക്കെ നല്ല പഴംപരി ഉണ്ടാക്കുന്ന ആൾക്ക്. അങ്ങനെയാണ് പാകിസ്ഥാൻ. ഈ ബോഷ്കിന് നമ്മൾ പോയി നമ്മൾ രക്ഷപ്പെട്ടതാണ്.